ഇന്ന് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും റഷ്യയും ചൈനയും പോലും റെസ്പെക്ട് ചെയ്യുന്നൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോൾ മോദി ഭരിക്കുന്ന ഇന്ത്യ എന്ന് എടുത്തു പറയണം. കാരണം ഇന്ത്യ നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണെന്ന് മാത്രമല്ല, ഇന്ന് സ്വാഭാവികമായി ഇന്ത്യയോട് ആ രാജ്യങ്ങൾക്ക് ഇന്ന് റെസ്പെക്ട് തോന്നുകയാണ്. ഇതിന് കൃത്യമായ കാരണമുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് തങ്ങൾക്ക് വേണം, ഇനി ആരെതിർത്താലും ഞങ്ങൾ ഗ്രീൻലാൻഡ് സ്വന്തമാക്കും എന്ന് പറഞ്ഞതോടെ ഫ്രാൻസും ഇറ്റലിയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ നിലപാട് ഘടിപ്പിക്കുന്നു. യൂറോപ്പിലെ ഈ പ്രബല രാജ്യങ്ങളുടെ സൈന്യം ഇതിനോടകം തന്നെ ഗ്രീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 10,000-കണക്കിന് മനുഷ്യർ, ഏകദേശം 60,000-ൽ താഴെയാണ് ആകെ ഗ്രീൻലാൻഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ആ പോപ്പുലേഷൻ എല്ലാം തന്നെ അമേരിക്കൻ എംബസിയുടെ മുമ്പിൽ തടിച്ചു കൂടിയിട്ട് അമേരിക്കയ്ക്കെതിരായിട്ട് ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ട്രംപിന്റെ അധിനിവേശ സ്വപ്നങ്ങളോട് നോ പറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും അമേരിക്കയെ ഞെട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പയിൻ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണല്ലോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നത്. ഇതിനെ ഒന്ന് തിരുത്തിക്കൊണ്ട് ഗ്രീൻലാൻഡുകാർ വിളിക്കുന്നത് ഇപ്പോ മേക്ക് അമേരിക്ക ഗോ എവേ എന്നാണ്. ഇതും ആകാ തന്നെയാണ്. സോ ഈ വിധത്തിൽ അമേരിക്കയ്ക്കെതിരായ ശക്തമായ ഒരു പ്രതിഷേധം ഗ്രീൻലാൻഡിൽ അലയടിക്കുകയാണ്. ഇതിനിടയിൽ ട്രംപ് എന്ത് ചെയ്തു എന്നറിയോ? ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുക്കുന്നതിനെ എതിർക്കുന്ന രാജ്യങ്ങളുടെ മേല് താരിഫ് ചുമത്താൻ അങ്ങ് തീരുമാനിച്ചു. ഇവിടെയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത് ഇന്ത്യയുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ തന്നെ കൊമേഴ്സ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലാണ്, നമ്മൾ ആരും പറഞ്ഞതല്ല. അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുക മാത്രമല്ല, ബെസ്റ്റ് ഡീല് ഇന്ത്യക്ക് തരണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു അത്രേ. 3 ആഴ്ചത്തെ സമയമാണ് തീരുമാനമെടുക്കാൻ നമുക്ക് തന്നത്. 3 ആഴ്ച സമയത്തിനുള്ളിൽ നമ്മൾ തീരുമാനമെടുത്താൽ അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും. അതിനുശേഷമേ ട്രംപ് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു വ്യാപാര കരാർ സൈൻ ചെയ്യൂ അല്ലെങ്കിൽ തീരുമാനിക്കൂ എന്നതായിരുന്നു ട്രംപിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയാണ് ട്രംപ് കരുതിയിരുന്നത് അത്രേ. പക്ഷെ ഇന്ത്യ പറഞ്ഞു അത് നടക്കില്ല. അമേരിക്ക ആഗ്രഹിച്ചത് അവരൊരു ടൈം നമുക്ക് തരും, അവർ കുറെ നിർദ്ദേശങ്ങൾ വയ്ക്കും, ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മോദി ട്രംപിനെ വിളിച്ചിട്ട് ഓക്കെ ബ്രോ നമുക്ക് ഡീൽ ചെയ്യാം എന്ന് നരേന്ദ്രമോദി വിളിച്ച് പറയണം ട്രംപിനോട്. പക്ഷേ ഇന്ത്യ അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം അമേരിക്ക പറയുന്ന ഒരു ഡീലിന് സൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള ഡീല് മാത്രമേ ഇന്ത്യക്ക് സൈൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇന്ത്യ അൺകംഫർട്ടബിൾ ആണ് എന്ന് തന്നെ പറഞ്ഞു, നോ പറഞ്ഞു. 3 വീക്സിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ട്രംപ് ഉടനെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈ നിർദ്ദേശം കൊടുത്തു. യൂറോപ്യൻ യൂണിയന് കൊടുത്തു, ജപ്പാന് കൊടുത്തു, ഓസ്ട്രേലിയക്ക് കൊടുത്തു, പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും അങ്ങനെ സകല രാജ്യങ്ങളോടും ട്രംപ് ഡിമാൻഡ് വെച്ചു. അതില് റഷ്യയും അമേരിക്കയും തമ്മിൽ അങ്ങനത്തെ ഒരു വ്യാപാരം ഒന്നും നിലനിൽക്കുന്നില്ല, റഷ്യ മാറ്റി നിർത്താം. ചൈനയുടെ മേലും ട്രംപ് താരിഫ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ചൈനയ്ക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചൈന അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യയെ പോലെ തന്നെ പറഞ്ഞു. അപ്പൊ ചൈനയുടെ മേൽ ഭയങ്കരമായ താരിഫൊക്കെ ചുമത്തി നോക്കി. പക്ഷെ ചൈന എന്ത് ചെയ്തു? റെയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അമേരിക്ക പ്രതിരോധത്തിലായി. കാരണം ലോകത്ത് റെയർ എർത്ത് മിനറൽസ് ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ അമേരിക്ക താൽക്കാലികമായിട്ടെങ്കിലും ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കി. എന്നാൽ ഇന്ത്യയുടെ മുമ്പിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് പോലും ഇല്ല. നമ്മൾ 2025-26 നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ വെറും ഒരു 4.2 ട്രില്യൺ US$ എക്കണോമിയാണ്. ചൈന 19 ട്രില്യന്റെ എക്കണോമിയാണ്. നമ്മുടെ എത്ര മടങ്ങ് ചൈന സാമ്പത്തികമായിട്ട് മുമ്പിലാണ്. അമേരിക്കൻ കമ്പനികൾ ചൈനയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കില്ല. അതായത് ചൈന 1970-ൽ തുടങ്ങിയ പണിയുടെ അഡ്വാൻറ്റേജ് ആണ് 2025-26 അവരെടുക്കുന്നത്. നമ്മൾ ഈ പണി കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തിലോട്ട് അമേരിക്കൻ കമ്പനികളിൽ തന്നെ ആകെ ഇപ്പോൾ ആപ്പിൾ ഉൾപ്പെടെ കുറച്ച് കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിലും അല്ലെങ്കിൽ അപൂർവ ധാതുക്കളുടെ കാര്യത്തിലൊന്നും ചൈനയ്ക്കുള്ള ഒരു മേൽക്കൈയൊന്നും ഇന്ത്യക്കില്ല. അപ്പൊ നമുക്ക് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അമേരിക്കയെ വരച്ച വരയിൽ നിർത്താൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. മറിച്ച് ചൈനയ്ക്ക് ആ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക താൽക്കാലികമായിട്ട് ചൈനയോടൊന്ന് താഴ്ന്നു കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷെ ഇന്ത്യ വിടാൻ ട്രംപ് തയ്യാറായില്ല. കാരണം ചൈനയ്ക്ക് നേരത്തെ പറഞ്ഞ പല അഡ്വാൻറ്റേജസും ഉണ്ട് ഓൾറെഡി തന്നെ. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ചൈനയുടെ അത്ര പവർഫുൾ അല്ല ഇപ്പോൾ എക്കണോമിക്കലി. ചൈനയുടെ അത്ര വലുതല്ല എക്കണോമിക്കലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ വഴികളും ട്രംപ് ചെയ്തു. 25% അധിക താരിഫ് റഷ്യൻ ഓയിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലയിൽ വെച്ച് വന്നു. ഇത് തലയിലേക്ക് നമ്മുടെ തലയിൽ വെക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങുന്നുണ്ടായിരുന്നു.
അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ ആവശ്യങ്ങൾക്കുള്ള ഇറക്കുമതി നടത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഇന്ത്യ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ 25% താരിഫ് കൂടി നമ്മുടെ തലയിലോട്ട് വെച്ചത്. സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ട്രംപ് ഇത് ചെയ്തത്. പക്ഷെ നരേന്ദ്രമോദി എന്ത് ചെയ്തു എന്നറിയോ? നരേന്ദ്രമോദി ഇതിനെ നേരിടാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേഴ്സണലായിട്ട് കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനേക്കാൾ വലുതാണ് എൻ്റെ രാജ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അമേരിക്കയെ നേരിടാനായിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചില്ല. നമുക്ക് അമേരിക്കയെ വെല്ലുവിളിച്ച് അമേരിക്കയ്ക്കെതിരെ ഉടനെ തന്നെ അങ്ങോട്ട് 50% 100% താരിഫ് അങ്ങോട്ട് ചുമത്തി അമേരിക്കയുമായിട്ടൊരു വ്യാപാര യുദ്ധം ഉണ്ടാക്കാം. അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ എല്ലാവരും പറയും നരേന്ദ്രമോദി മാസാണ്, സംഭവമാണ്, വലിയ വേറെ ലെവലാണെന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമൊന്നുമില്ല. നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുള്ളിക്ക് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാമായിരുന്നു. ഇപ്പൊ പല രാജ്യങ്ങളും ചെയ്ത പോലെ നരേന്ദ്രമോദിക്ക് ചെയ്യാമായിരുന്നു. തികഞ്ഞ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെയൊന്നും സ്വന്തം ഇമേജിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ശരിക്കും തീരുമാനിച്ച രാജ്യത്തിന് ഗുണം എന്താണ് എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ആ തീരുമാനം അമേരിക്കയെ പിണക്കാതെ, അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കാതെ, എന്നാൽ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട്, അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ, ട്രംപിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കാതെ, നയതന്ത്ര വഴികളിലൂടെ, എല്ലാ വഴികളിലൂടെ, നയതന്ത്ര മാർഗങ്ങളിലൂടെ അമേരിക്കയുമായിട്ട് ചർച്ച തുടരുമ്പോൾ തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന 50% നികുതിയെ മറികടക്കാനായിട്ട് മറ്റു വിപണികൾ കണ്ടെത്തുക എന്നതായിരുന്നു ഇന്ത്യ തിരഞ്ഞെടുത്ത മാർഗം. അതിലൂടെ അത് സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇന്ത്യ നിരവധി വിപണികളാണ് ഈ അവസരത്തിൽ തുറന്നത്. വിവിധ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കി. ഈ അമേരിക്കയുമായിട്ട് തർക്കം നടക്കുന്ന സമയത്താണ് നമ്മൾ ബ്രിട്ടനുമായിട്ട് ചരിത്രപരമായ വ്യാപാര കരാർ ഒപ്പുവെച്ചത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഇത് അടുത്തൊരു കരാർ ഒപ്പുവെക്കാൻ പോകുന്നത്. സോ ഇവിടെ ട്രംപ് കൊടുത്ത നിശ്ചിത കാലയളവിനുള്ളിൽ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങി കൊടുത്തതിൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. നമ്മൾ യൂറോപ്യൻ യൂണിയനെ ഒരു രാജ്യമായിട്ട് പരിഗണിച്ചാൽ ലോകത്തെ 2ാമത്തെയോ 3ാമത്തെയോ എക്കണോമിക് പവറാണ് അവർ. 18-20 ട്രില്യൺ US$ GDP ഉള്ള ഒരു പവറാണ്. പക്ഷെ അമേരിക്കയുടെ മുമ്പിൽ വഴങ്ങിക്കൊടുത്തു. അമേരിക്ക പറഞ്ഞ ഡിമാൻഡിനനുസരിച്ച് അമേരിക്കയുമായിട്ട് വ്യാപാര കരാറുണ്ടാക്കി. യൂറോപ്യൻ യൂണിയനും അമേരിക്ക പിണക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരതുകൊണ്ട് തന്നെ ആ വ്യാപാര കരാർ സൈൻ ചെയ്തു. യൂറോപ്യൻ യൂണിയന് കുറെ നഷ്ടങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ എന്നിട്ടും സൈൻ ചെയ്തു. ജപ്പാൻ സൈൻ ചെയ്തു. ജപ്പാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കസേര വരെ തെറിച്ചു. ഓസ്ട്രേലിയ അടക്കം ഒരുപാട് രാജ്യങ്ങൾ ട്രംപിന് മുന്നിൽ വഴങ്ങിക്കൊടുത്തു. ഇന്ത്യ മാത്രം അമേരിക്കയോട് പിണങ്ങിയില്ല. ട്രംപ് വായി തോന്നിയ പലതും വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ത്യ സംയമനത്തോടെ ഇരുന്നു. കാരണം ഇന്ത്യക്ക് നയതന്ത്ര വഴികളിലൂടെ പ്രശ്നം പരിഹരിക്കുകയും അമേരിക്കയുമായിട്ട്, അത് ട്രംപ് പോയി വേറൊരാൾ വന്നാലും ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ആന്റി ഇന്ത്യ ക്യാമ്പയിൻ അമേരിക്കയ്ക്കുള്ളിൽ ഉണ്ടാവരുത്. അമേരിക്കൻ ജനത ഇന്ത്യയെ ഒരു ശത്രുവായിട്ട് കാണരുത്. ഇന്ത്യ വളരെ ലോങ് ടേം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചത്. ഇന്ത്യ എന്ത് ചെയ്തു എന്നറിയോ? അമേരിക്കയിലെ ആളുകൾക്ക് ഇന്ത്യയോട് വിരോധം തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ട്രംപ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. ഇന്ത്യ ഏതെങ്കിലും വിധത്തിൽ ട്രംപിനെ മോശമായി ചിത്രീകരിക്കുകയോ ട്രംപിനെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ ഉള്ളിൽ ആളിക്കത്തും. അമേരിക്കക്കാർക്ക് ഇന്ത്യയോടുള്ള മനോഭാവം മാറും. അവർ ഇന്ത്യയെ ശത്രുക്കളായിട്ട് കാണും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അവർ വാങ്ങിക്കുമോ? നമുക്ക് അമേരിക്കയുടെ വിപണി നാളെ തുറന്നു കിട്ടിയാൽ തന്നെ അമേരിക്കക്കാർക്ക് ഇന്ത്യയോടുണ്ടാവുന്ന ശത്രുത മാറാതെ അവരൊരിക്കലും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യില്ല. അവർ ഇന്ത്യയെ ഒരു പ്രശ്നമായിട്ട് മാത്രമേ കാണുള്ളൂ. ഇന്ത്യക്കാരോട്, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട്, ഈ ഇന്ത്യക്കാരോട് അമേരിക്കക്കാരുടെ മനോഭാവം മാറും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ വളരെ സംയമനത്തോടെയാണ് അതിനെ നേരിട്ടത്. പക്ഷെ ഇന്ത്യ മുട്ടുമടക്കിയില്ല. ട്രംപിന്റെ മുന്നിൽ വഴങ്ങിക്കൊടുത്തില്ല. ട്രംപിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ല. പക്ഷേ ഇന്ത്യ അമേരിക്കയുമായിട്ട് നയതന്ത്ര തലത്തിൽ ആ സമയത്ത് ചർച്ച നടത്തിക്കൊണ്ടേയിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെ മിടുക്ക്. ഇത് യൂറോപ്യൻ യൂണിയന് ആദ്യം അവരൊക്കെ ഇന്ത്യയുടെ നിലപാടാണ്. യൂറോപ്പിനും തോന്നി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊക്കെ മോശമല്ലേ എന്നൊക്കെ യൂറോപ്പിനും തോന്നി. ചില യൂറോപ്യൻ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുകയും ചെയ്തു. പക്ഷെ എപ്പോഴാണോ ട്രംപ് ഗ്രീൻലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത്, കളി മാറി. യൂറോപ്യൻ യൂണിയൻ തിരിച്ചറിഞ്ഞു അമിതമായ വിനയം, അമിതമായ വിധേയത്വം യൂറോപ്പിനെ അമേരിക്കയുടെ മുമ്പിൽ ഒന്നുമല്ലാതാക്കി തീർത്തു. അവിടെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മൾട്ടിപോളാർ വേൾഡും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാര രാഷ്ട്രത്തിന്റെയും പ്രാധാന്യം യൂറോപ്പിന് മനസ്സിലാവുന്നത്. യൂറോപ്പ് ഇത്രയും കാലം അമേരിക്ക എന്ന് പറയുന്ന തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ഒളിച്ചിരുന്ന വെറും കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ ഒന്നുമല്ലാത്ത രീതിയിലാണ്, അതായത് ഒരു വാല്യൂ കൊടുക്കാതെയാണ് ട്രംപ് യൂറോപ്പിനെ നേരിടുന്നത്. അമേരിക്കയും യൂറോപ്പും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെച്ചതാണ്. എന്നിട്ട് ഇപ്പൊ ട്രംപ് പറയാണ്, ഏതെങ്കിലും രാജ്യം ഗ്രീൻലാൻഡിന്റെ അമേരിക്കയുടെ അവകാശവാദത്തെ എതിർക്കുകയാണെങ്കിൽ
ആ രാജ്യത്തിന് മേൽ താരിഫ് ചുമത്തുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ താരിഫ് ചുമത്താൻ പോവാണ് ട്രംപ്. ഇത് കേട്ട യൂറോപ്പിലെ ഭരണാധികാരികളുടെ ആത്മാഭിമാനമൊക്കെ തിരിച്ചു വന്നു. കുറച്ചൊക്കെ ഉറപ്പ് അവരുടെ നട്ടലിന് വന്നെന്ന് തോന്നുന്നു. യൂറോപ്പിലെ നേതാക്കൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതായത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ താൽക്കാലികമായിട്ട് നിർത്തുകയോ മരവിപ്പിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ കരാറ് റദ്ദാക്കുക. കാരണം ഒരു ഉറപ്പുമില്ലാത്ത ഭരണകൂടവുമായിട്ട് ഇങ്ങനെ ഒരു കരാറിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പല യൂറോപ്യൻ യൂണിയൻ നേതാക്കളും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളും ഒക്കെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനികളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ബ്രിട്ടനുമൊക്കെ ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനും സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നത്, ഇവരുടെയൊക്കെ സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയോട് ഈ രാജ്യങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇപ്പോഴെന്ന്. അതായത് ഇന്ത്യ അമേരിക്കയുടെ താരിഫ് നയങ്ങളെ നേരിട്ട സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഓക്കെ, ഇന്ത്യ അമേരിക്ക എന്തേലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോ ഇന്ത്യ ഒറ്റയ്ക്ക് പൊരുതി നിന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം. ഇന്ത്യയുടെ സ്വയം ഭരണത്തിന് വേണ്ടിയിട്ട്, പരമാധികാരത്തിന് വേണ്ടിയിട്ട്. ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമല്ല എന്ന് കാണിക്കുക എന്നത് കൂടിയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അവിടെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മൾ അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അമേരിക്ക വീണ്ടും നമ്മളെ ചവിട്ടി തേക്കും. ഇപ്പൊ യൂറോപ്പിന് എന്താ സംഭവിച്ചത്? യൂറോപ്പ് അമേരിക്കയുടെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് അവരുമായിട്ട് ട്രേഡ് കരാർ ഉണ്ടാക്കി. പക്ഷെ ട്രംപ് ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ഗ്രീൻലാൻഡിന്റെ വിഷയം വന്നപ്പോൾ അതിന് ഒരു വിലയും കൊടുക്കാതെ യൂറോപ്പിനെ വീണ്ടും വീണ് കിടക്കുന്നവനെ വീണ്ടും വീണ്ടും ചവിട്ടി തേക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞ നോയുണ്ടല്ലോ, അത് നമ്മുടെ കോൺഫിഡൻസിന്റെ പ്രതീകമാണ്. അത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. ഒരു രാജ്യത്തിന് മുന്നിലും അടിയറവ് പറയാൻ മനസ്സില്ലാതെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി തുടരുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അമേരിക്കയോട് പറഞ്ഞ നമ്മുടെ ആ വലിയ നോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ മൾട്ടിപോളാർ വേൾഡിന് വേണ്ടി നിലയുറപ്പിക്കുന്നുവെന്നും എന്തുകൊണ്ട് ഇന്ത്യ ഒരു നിഷ്പക്ഷ സ്വതന്ത്ര ഭരണാധികാര രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഇന്ന് യൂറോപ്പിലെ നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യയോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. ജർമ്മൻ ചാൻസലറിന്റെ വാക്കുകളിൽ പോലും അത് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ ഉടനെ തന്നെ സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം അമേരിക്ക യൂറോപ്പ് ബന്ധം വളരെയധികം വഷളാകാനുള്ള സാധ്യത കൂടി തെളിഞ്ഞിരിക്കുകയാണ്.